ഇറങ്ങിക്കോ, ഞാനേ വണ്ടി സൈഡാക്കിയത്. ഹായ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഷെറീന, മലപ്പുറം താത്ത എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ഷെറീനയുടെ വീട്ടിലാണ് കേട്ടോ. മാഷാ അല്ലാഹ്, അവർക്കൊരു വീട് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വീടായിട്ടുണ്ട്. അതിൻ്റെ ഹൗസ് വാമിങ് കേട്ടോ. അപ്പോൾ ഞാനും പിന്നെ ഫ്രണ്ട്സായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേരെ കാണാൻ പറ്റി, കുറച്ച് പേരെ കാണാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഇവരുടെ ഈ ഒരു സന്തോഷം ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പഠിച്ചോ എല്ലാവിധ നന്മകളും ഇവർക്ക് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു ഒഴിവില്ലാത്തൊരവസ്ഥ കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസാണ് ഇട്ട് തുടങ്ങുന്നത് കേട്ടോ. എന്നാലും ആ ഒരു ഫാഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെടികളൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോലി ഒക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ ടൈം കിട്ടുന്നില്ല. പിന്നെ കുറച്ച് സമയം കിട്ടിയാൽ എന്താ പറയുക, അങ്ങനെ ഒരവസ്ഥയാണ്. അപ്പോൾ എന്താ, പഴയ ഒരുപാട് പേരെ ഒന്നും കാണുന്നില്ല കേട്ടോ. കമൻസിലാണെങ്കിലും ഒന്നും കാണാനില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് എങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറേ പേരൊക്കെ ഞാനും മറന്നുപോയി, കുറച്ച് പേര് ഇനിയും മറന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെടികൾ കുറച്ചുള്ളതൊക്കെ ഞാൻ വീണ്ടും ഒന്ന് റെഡിയാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് ഓമനിച്ച് വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം എന്നുള്ളൂ. ഇപ്പം അങ്ങനെ ഒരുപാട് മുക്കും മൂലയൊന്നും ക്ലീൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകിൽ ശനി അതല്ലെങ്കിൽ ഞായറിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമല്ലോ കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇപ്പം ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ കിച്ചണിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. എനിക്ക് ചായയൊക്കെ വെക്കാനുള്ളൊരു പാത്രം അതിൻ്റെ ആ ഒരു വാല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബോട്ടിൽസ് വാങ്ങി. ഗ്ലാസ്സാണ് കേട്ടത് വരുന്നത്. നമ്മൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് മാക്സിമം ഒഴിവാക്കണം എന്നൊക്കെ ഉണ്ട്. പതിയെ കുറേശ്ശെ വാങ്ങി വെക്കണം എന്നാണ് വിചാരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 5-6 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അപ്പച്ചട്ടീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ കുറേ കാലമായിട്ട് നമ്മൾ ആ ഒരു കലക്കി പാർന്ന അപ്പം വളരെ കുറച്ചാണ് ഉണ്ടാക്കൽ കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ മരടുത്തുള്ള ചട്ടി എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ പല സമയത്തും ഷോപ്പിൽ ഇറങ്ങുമ്പോൾ ഞാനത് മറന്നു കേട്ടോ. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. ഇത് സച്ചുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കപ്പാണ് കേട്ടോ. ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ മറ്റു മക്കളുടെ ഉണ്ട് കേട്ടോ. മറ്റ് 2 പേരുടെ ഉണ്ട്, അവൻ്റെ മാത്രമല്ല. ഇപ്പം ഞാനൊരു മട്ടൻ റെസിപ്പി കാണിക്കുന്നുണ്ട്. കുരുമുളക് ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള അല്ലെങ്കിൽ ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ കുരുമുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടുക. മുളക് പൊടി ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ അതും മട്ടനും കൂടെ ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. മിക്സ് ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുകയാണ്. ഇതിൽ തക്കാളിയൊന്നും ഇടില്ല കേട്ടോ. പിന്നെ കുറച്ച് മോര് അടിച്ച് വെക്കുന്നുണ്ട്. മട്ടനിൽ ഒട്ടും വെള്ളമല്ലാതെ നമ്മൾ നല്ലോണം ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തൂമിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ ഗ്രേവി പരുവത്തിലാണ് വെക്കുന്നത്. ഈ അപ്പം ചുട്ടെടുക്കാൻ കുറേ സമയം വേണം കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് പോയി കിട്ടും, എന്നാൽ എളുപ്പമാണേനും. അപ്പോൾ രാവിലെ മാക്സിമം ഞാൻ ക്ലീനിങ്ങിന് നിൽക്കില്ല കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, ആ ഒരു പാത്രങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുക, പിന്നെ വാഷ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അധികം ഞാൻ തലേ ദിവസം ചെയ്ത് വെക്കും. നിലം തുടക്കണം അടക്കട്ടോ. പിന്നെ ചായടി കഴിഞ്ഞാൽ പിന്നെ നേരെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നോക്കൽ. നമുക്ക് പണിക്കാരുള്ള ദിവസമാണ് കേട്ടോ. ഇവിടെ കുറച്ച് മണ്ണിടാനും, മഴ വന്നു കഴിഞ്ഞാലേ നേരെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് കുറച്ച് മണ്ണിടുന്നുണ്ട്. പിന്നെ നാത്തൂന് ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് ഇവിടെ ബാക്കിൽ വീട് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്.
അപ്പം ചെറിയ ഒരു വീഡിയോ ആണ്, കുറച്ച് വിഷയങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ സച്ചുവിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ക്ലീനിങ്ങോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷം മക്കളുടെ ബുക്സ് പൊതിയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യണേ.